വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശൂരിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന്റെ വടകരയിലെ സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യമാണ് ബാക്കി. ഷാഫി പറമ്പിൽ, ടി സിദ്ദീഖ് എന്നിവരുടെ പേരുകൾ പരിഗണിക്കുന്നുണ്ട്. ഇരുവരും അതൃപ്തി അറിയിച്ചെങ്കിലും നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഷാഫി പറമ്പിൽ മത്സരിച്ചേക്കാനാണ് സാധ്യത. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാലിനായി പ്രവർത്തകർ പ്രചാരണം തുടങ്ങി. 2019 അവസാന നിമിഷ സർപ്രൈസായിരുന്നു വടകരയിലേക്കുള്ള കെ മുരളീധരന്റെ വരവ്. ഇത്തവണ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയില്ലാത്തതിനാൽ പ്രചരണം നേരത്തെ തുടങ്ങി. ഒടുവിൽ പട്ടിക മാറിമറിയുമ്പോൾ വടകരയിൽ വീണ്ടും അനിശ്ചിതത്വം. സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ച് ഷാഫി പറമ്പിലിനെയോ ടി സിദ്ദീഖിനെയോ മത്സരിപ്പിക്കാനാണ് ആലോചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലെ പ്രയാസം ഷാഫി പറമ്പിൽ അടുപ്പക്കാരെ അറിയിച്ചു. എങ്കിലും നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിച്ചേക്കും. മത്സരിക്കാനില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചതായി ടി സിദ്ദീഖ് 24നോട്. 2020 അടിക്കും. വടകരയിൽ വൻ ഭൂരിപക്ഷത്തിന് ജയിക്കും. മിറാക്കിൾ കാൻഡിഡേറ്റ് ലിസ്റ്റായിരിക്കും. ഏത് സാധനത്തെയും അടിച്ച് നിർവീര്യമാക്കാൻ ശേഷിയുള്ള മാരക പ്രഹരശേഷിയുള്ള സ്ഥാനാർത്ഥികൾ വരിക. ജനബന്ധത്തിന്റെ പിന്തുണ ഉള്ള വടകരയിൽ നിന്ന് കെ മുരളീധരൻ പിൻവാങ്ങുന്നതിൽ ലീഗിലും ആർഎംപിയിലും ഭിന്നസ്വരം ഉയർന്നിരുന്നുവെങ്കിലും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും കെ.കെ. രമയും തിരുത്തി. ആ സിറ്റുവേഷൻ നേരിടാൻ വേണ്ടി ധീരമായ ഒരു തീരുമാനം എടുത്താൽ ഞങ്ങൾ അതിന്റെ കൂടെ നിൽക്കല്ലേ വേണ്ടത്. ഒരു സ്ഥാനാർത്ഥികൾ മാറിയത് കൊണ്ട് വലിയ മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഷാഫി പറമ്പിൽ ഏറ്റവും ശക്തനായ യുവ നേതാവാണ്. ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാലിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെയും പേര് പരിഗണിക്കുന്നുണ്ട്. പ്രത്യേക സാഹചര്യം പരിഗണിച്ച് കെ.സി. വേണുഗോപാൽ മത്സരിക്കാമെന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മാരാരിക്കുളത്ത് കെ.സി. വേണുഗോപാലിനായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. 24 തിരുവനന്തപുരം.